സുവിശേഷൻ ദാനിയേൽ വർഗീസ് വചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വധൂവരന്മാർക്കും സുവിശേഷ രണാങ്കണത്തിൽ അധ്വാനിക്കുന്ന വിലയേറിയ കർത്തൃദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികൾക്കും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള അനേക ദൈവദാസന്മാരുടെ മധ്യയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു മനപ്രയാസം എനിക്കുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുമ്പാകെ അല്പസമയം ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം നടന്നപ്പോൾ ആ വിവാഹ ശുശ്രൂഷയിൽ ഗാനം ആലപിക്കേണ്ടത് ആരാണ് എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് പ്രിയ ജോൺലി ആയിരുന്നു. പ്രിയ ജോൺലിയെ ആ വിവരം ഞാൻ അറിയിക്കുകയും പ്രിയ മകൻ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുകയും കടന്നു വന്ന് പാടുകയും ചെയ്തു. എന്നാൽ ജോൺലിയോട് എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അയൽവാസിയും എൻ്റെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റുമായ ഒരു കൊച്ചുകുട്ടിയെ കൂടെ എൻ്റെ വിവാഹത്തിന് പാടുവാനായിട്ട് ഒരവസരം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ പ്രിയ സഹോദരൻ ജോൺലി അത് സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ അവരെ ഇരുവരെയും പിന്നീട് കാണുവാനിടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് സകലവും നന്നായി ചെയ്തു, അവനെത്ര മഹാൻ. നമ്മൾ പാടിയതുപോലെ ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരെയും കുറിച്ച് അനേക കാര്യങ്ങൾ പ്രസ്താവിക്കുവാനായിട്ടുണ്ട്. ഞങ്ങളുടെ ചെമ്മന്തൂർ അസംബ്ലിക്ക് പ്രിയ ജോൺലി തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് അനേക മക്കളെയും മരുമക്കളെയും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു പാട്ടുകാരനായിരിക്കുന്ന മരുമകനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ അസംബ്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മരുമക്കളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു അസംബ്ലിയാണ് ഞങ്ങളുടേത്. തീർച്ചയായിട്ടും ആ നിലയിൽ ജോൺലിക്കും ആ ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരുടെ കുടുംബത്തെ വരും ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ബിബിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുവിശേഷ പൈതൃകമുള്ള ഒരു പാരമ്പര്യം അവർക്കുണ്ട്. പുനലൂരിൽ കർത്താവിൻ്റെ സുവിശേഷം വെളിച്ചം വീശുവാനായിട്ട് കാരണമായി തീർന്നത് ബിബിയുടെ ഒരു വല്യപ്പച്ചനായിരിക്കുന്ന ഒരു PI ചാക്കോ ഉപദേശിയായിരുന്നു. ഞങ്ങൾ ഉപദേഷ്ടാവെന്നും അമ്മാച്ചനെന്നും അതേപോലെ തന്നെ കണ്ണാടി അപ്പച്ചനെന്നും ഒക്കെ വിളിക്കുന്ന ആ ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവദാസൻ പുനലൂരിലേക്ക് വന്നതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ വെളിച്ചം വീശുവാനായിട്ട് ഇടയായി തീർന്നു. അതുമാത്രമല്ല, അവരുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള തലമുറകൾ പുനലൂരിൽ നിന്നും കേരളത്തിന് വെളിയിലേക്ക് കർത്താവിൻ്റെ വയൽപ്രദേശത്തേക്ക് സുവിശേഷ വേലയുമായിട്ട് അല്ലെങ്കിൽ സുവിശേഷവുമായിട്ട് പോയിട്ടുള്ളതിൽ അഗ്രഗണ്യനായിരുന്നു PI എബ്രഹാം രാജപാളയം. ആ ദേവദാസൻ എന്ന കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. അങ്ങനെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ വളരെ താല്പര്യമുള്ള, വളരെ പിതൃപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്. തീർച്ചയായിട്ടും ബിബി എൻ്റെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. വളരെ ആത്മീയമായിട്ടുള്ള, ഞാനിന്ന് പറയാതെ തന്നെ തീർച്ചയായിട്ടും പ്രാന്തിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വരും ദിവസങ്ങളിൽ അത് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള അതിലെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവരുടെ കുടുംബജീവിതത്തെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളും കൈത്താങ്ങലും വരും ദിവസങ്ങളിൽ കൊടുക്കുകയും ചെയ്യാം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 68-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. 68-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു.
ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. നമ്മൾ അനേക പ്രാവശ്യം വിവാഹവേദികളിൽ ഈ വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ എലോഹിം എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലൂറലായിട്ടുള്ള ഒരു പേരാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിയേക ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ത്രിയേക ദൈവത്തിന് വിവാഹത്തോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉള്ള സ്ഥാനം എന്താണ്? അക്കമിട്ട ചില കാര്യങ്ങൾ മാത്രം വളരെ വേഗം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ പിതാവായിരിക്കുന്ന ദൈവമാണ് വിവാഹം അല്ലെങ്കിൽ മാര്യേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് സ്ഥാപിച്ചത് പിതാവായിരിക്കുന്ന ദൈവമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത് കമൻ്റ് ചെയ്തിരിക്കുകയാണ്, അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. യാതൊരു മാറ്റവും ഇനി അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുകയില്ല. എന്നാൽ ഇനി ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് അത് എൻകറേജ് ചെയ്തിരിക്കുകയാണ്, അത് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ത്രിയേക ദൈവം കുടുംബത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം സ്ഥാനം വഹിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ് കുടുംബത്തോടുള്ള ബന്ധത്തിൽ? ഗാഡ് പ്ലാൻഡ് ദ മാര്യേജ്. വിവാഹം അത് ആലോചിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ആലോചനക്കാരൻ പിതാവായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്കെന്താ, ഈ പ്രിയ ജോൺലിയുടെയും ബിബിയുടെയും ജീവിതത്തിൽ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബിബിയെ എനിക്ക് ആലോചിച്ച് തന്നത് വലിയവനായിരിക്കുന്ന ദൈവമാണ്. ഈ ജോൺലിയെ ബിബിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് അത് വലിയവനായിരിക്കുന്ന ദൈവമാണെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിതാവായ ദൈവം പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല, പിതാവായ ദൈവം തന്നെയാണ് അത് പ്രൊപ്പോസ് ചെയ്തതും. ആലോചിച്ചത് ദൈവമാണെങ്കിൽ അതിൻ്റെ ആലോചനക്കാരനായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും വലിയവനായിരിക്കുന്ന ദൈവം തന്നെയാണ്. എന്നാൽ അതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ വിവാഹം പെർഫോം ചെയ്തിരിക്കുന്നതും വലിയവനായിരിക്കുന്ന ദൈവം തന്നെയാണ്. എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, എൻ്റെ വിവാഹം അത് പ്ലാൻ ചെയ്തത് ദൈവമാണ്, അത് പ്രപ്പോസ് ചെയ്തത് ദൈവമാണ്, അത് പെർഫോം ചെയ്തതും ദൈവമാണ്. ദൈവമാണ് ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതങ്ങൾ ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി കർത്താവായ യേശുക്രിസ്തുവിന് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എന്താണ് സ്ഥാനം? നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എന്താണ് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് പോകേണ്ടതായിട്ടിരിക്കുന്നു. കാനാവിലെ ആ വിവാഹ വീട്ടിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു എന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിവാഹ വീട്ടിൽ അല്ലെങ്കിൽ ആ കല്യാണ വീട്ടിൽ ഒരു കുറവൊക്കെ സംഭവിച്ചു. കർത്താവായ യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുറവൊക്കെ പരിഹരിച്ചതായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് ദ പ്രസൻസ് ഓഫ് ജീസസ്. നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് എപ്പോഴും ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കണം. അവിടെ ഒരു കുറവ് സംഭവിച്ചു, തീർച്ചയായിട്ടും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കുടുംബജീവിതത്തിൽ കുറവുകളൊക്കെ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നല്ല പാട്ടുകാരി പെൺകുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ചിലപ്പം ജോൺലിക്ക് തോന്നിയേക്കാം, എടാ ബിബി ഒരു പക്ഷെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിട്ട് പാടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നോട്ട് ചിലപ്പം കയറിയൊക്കെ ഇറങ്ങിയൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോറസൊക്കെ പാടാനൊക്കെ അവസരം കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ പോരായ്മകളൊക്കെ കണ്ടേക്കാം. എന്നാൽ ഒരു കാരണവശാലും പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാണ് എൻ്റെ വിവാഹം പ്ലാൻ ചെയ്തത്, ദൈവമാണ് എനിക്ക് വിവാഹം പ്രപ്പോസ് ചെയ്തത്, ദൈവമാണ് എൻ്റെ വിവാഹം നടത്തി തന്നിരിക്കുന്നത്. അവനൊരു തെറ്റ് പറ്റുകയില്ല, ഒരു കുറവ് പറ്റുകയില്ല. മാനുഷികമായിട്ടുള്ള ദൃഷ്ടിയിൽ ഒരു പക്ഷെങ്കിൽ ചില കുറവുകളൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം. എല്ലാ മനുഷ്യരും ജഡത്തിലാണ് ജീവിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ചില പോരായ്മകളൊക്കെ നമുക്ക് വന്നെന്നിരിക്കാം. ഒരിക്കൽ ഉപകരണമൊന്നും പറയാൻ സമയമില്ലെങ്കിലും ഒരിക്കൽ മാർ ക്രിസോസ്റ്റൻ തിരുമേനിയോട് ആ ഇടവകയിലെ ഒരു കുടുംബത്തിലെ ഒരു കാരണവർ ചെന്ന് പറഞ്ഞു, എൻ്റെ മകന് ഒരു വിവാഹാലോചന തിരുമേനി നോക്കണം, നല്ലൊരു പെൺകുഞ്ഞായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പണമുണ്ടായിരിക്കണം, കണ്ടാൽ വെളുത്തതായിരിക്കണം, ഒരു തെറ്റും പറയാനായിട്ട് ഇടവരരുത്, നല്ല കുടുംബമഹിമയുള്ള അല്ലെങ്കിൽ ആ നിലയിലുള്ള പാരമ്പര്യത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ പൈതലിന് വേണ്ടി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അങ്ങനെയാണെങ്കിൽ പറയിച്ചേട്ടാ ഞാൻ ഈ കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണോ? ഇത്ര നല്ലൊരു പെൺകുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണോ എന്ന് ചോദിച്ചതായിട്ട് ഞാനൊരു കഥപുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രസൻറ്റ് യുവർ പ്രോബ്ലംസ് ടു ജീസസ്.
കാനാവിലെ കല്യാണ വീട്ടിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവരുടെ പ്രശ്നം കർത്താവിനോട് സമർപ്പിച്ചു. കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ പോരായ്മകളൊക്കെ വന്നേക്കാം. കർത്താവ് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്. ഭാരപ്പെടേണ്ട. കർത്താവിനോട് പ്രശ്നങ്ങൾ പറയുക. കർത്താവ് പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുവാൻ തയ്യാറാണ്, യാതൊരു സംശയവുമില്ല. ഇനിയും പരിശുദ്ധാത്മാവിന് കുടുംബത്തോടുള്ള ബന്ധത്തിൽ എന്താണ് സ്ഥാനം? എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാരേജ് ഈസ് ഹോണറബിൾ ടു ഓൾ ഫോർ ഓൾ മെൻ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. മാരേജ് ഈസ് ഹോണറബിൾ. മാരേജ് ഡിമാൻഡ്സ് ഹോളിനെസ്. ദുർനടപ്പുകാരെ ദൈവം വിധിക്കുമെന്ന്, വ്യഭിചാരികളെ ദൈവം വിധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രം മാരേജ് ഡിമാൻഡ്സ് ജഡ്ജ്മെൻറ്റ്സ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ടുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൽ പിതാവായ ദൈവത്തിന്, പുത്രനായ ക്രിസ്തുവിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ദൈവവചനത്തിൽ നല്ലൊരു കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അക്വിലാസിനെയും പ്രിസ്കില്ലയെയും നമ്മൾ കാണുന്നുണ്ട്. നല്ലൊരു കുടുംബമായിരുന്നു. അവരുടെയും ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ അടർത്തിയെടുത്താൽ നമ്മുടെയും കുടുംബജീവിതത്തിൽ അത് പകർത്തുവാനായിട്ട് സാധിക്കും. ദേ വർക്ക് ടുഗദർ. അവർ ഒരുമിച്ച് അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി മാത്രമല്ല, കർത്താവിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്നു. ദേ വർക്ക് ടുഗദർ. അത് മാത്രമല്ല, ദേ വർഷിപ്പ് ടുഗദർ. അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് മാത്രമല്ല, ദേ വിറ്റ്നസ്ഡ് ടുഗദർ. അവർ ഒരുമിച്ച് കർത്താവിനെ സാക്ഷ്യം വഹിച്ചു. വരും ദിവസങ്ങളിൽ ഈ പ്രിയ കുടുംബം ഒരുമിച്ച് കർത്താവിനെ സാക്ഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കുടുംബജീവിതത്തിൽ 3 ബട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭർത്താവിനോടുള്ള ബന്ധത്തിൽ നിൻ്റെ ഭാര്യയെ തീർച്ചയായിട്ടും സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെങ്കിൽ കർത്താവിനെ മറക്കരുത്. ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. നീ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. വൈഫിനെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, എന്നാൽ ഏറ്റവും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് ആ അഗപ്പേ ലവ് ഒഴുകുവാനായിട്ട് ഇടയായിത്തീരും. ഭാര്യയോടുള്ള ബന്ധത്തിൽ യു ഷുഡ് സബ്മിറ്റ് യുവർ സെൽഫ് ടു യുവർ ഹസ്ബൻഡ്. തീർച്ചയായിട്ടും. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർത്തിരുന്നോണം, കർത്താവിന് ഉചിതമാകും വണ്ണം ഇരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർത്തിരിക്കുന്നത്. ഇനി 2 പേരോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നെവർ സെപ്പറേറ്റ് ഈച്ച് അതർ. ഒരിക്കലും നിങ്ങൾ വേർപെട്ടിരിക്കരുത്. ബട്ട് ഫോർ പ്രെയർ. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് വേർപെട്ടിരിക്കാമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് നമ്മളുടെയും കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം എത്രയോ ധന്യമായി തീരുമെന്നറിയാമോ? ഭർത്താവിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ. യു ഷുഡ് ലവ് യുവർ വൈഫ്, യു ഷുഡ് ചെരിഷ് യുവർ വൈഫ്. 3-ാമത്തെ കാര്യം വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഓർത്തിരിക്കണം, ബി വൈസ് വിത്ത് യുവർ വൈഫ്. ദൈവത്തിൻ്റെ വചനം അത് തന്നെയാണ് പറയുന്നത്. ഇത് 3 കാര്യങ്ങളും ഒരു ഭർത്താവ് ഓർത്തിരിക്കുമ്പോൾ കുടുംബജീവിതം ധന്യമായി തീരും. ഭാര്യയോടുള്ള ബന്ധത്തിൽ സബ്മിറ്റ് യുവർ സെൽഫ് ടു യുവർ ഹസ്ബൻഡ്. അത് തന്നെയുമല്ല, ഒബേ യുവർ ഹസ്ബൻഡ്, ഹോണർ ആൻഡ് റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്. ഇത് 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ചില ഭാര്യമാരൊക്കെ പറയാറുണ്ട്, ചില സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ കീഴ്പ്പെട്ടിരിക്കാം. തീർച്ചയായിട്ടും ബ്രദറുകാരെന്ന് പറയുന്നത് ഓർഡറിന് വളരെ മുൻസ്ഥാനം കൊടുക്കുന്നവരാണ്. രക്ഷ കഴിഞ്ഞിട്ടാണ് സ്നാനമെന്ന് ദൈവവചനം പറയുന്നു, നമ്മളങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ദൈവവചനത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ദൈവവചനത്തിൽ ഭാര്യയോടുള്ള ബന്ധത്തിലും ഭർത്താവിനോടുള്ള ബന്ധത്തിലും ഏത് ഉപദേശം നോക്കിയാലും ആദ്യം ദൈവാത്മാവ് പറയുന്നത് ഭാര്യയോടാണ്, പിന്നീടാണ് ഭർത്താവിനോട് പറയുന്നത്. തീർച്ചയായിട്ടും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കേണ്ട. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറപടിയായിട്ട് ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. അതുമാത്രമല്ല, പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ത്രിയേക ദൈവത്തിന് പറയുവാനായിട്ടുള്ളത് അത് തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ അന്യോന്യം പറയേണ്ടതും ഇത് തന്നെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും സഭയെയും ഞാനും നിങ്ങളും എക്സിബിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പുറകാലയുള്ള ദൈവദാസൻ തുടർന്നുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കുന്നു. എനിക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും വലിയവനായിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാനും ഞങ്ങളുടെ ചെമ്മന്തൂരുള്ള ബ്രദർ അസംബ്ലി എല്ലാ കുടുംബങ്ങളും ഞങ്ങൾ ഒരുപോലെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.